അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ തൊപ്പി, ഷമീർ, മമ്മു എന്നീ വക ആൾക്കാരെ പറ്റി പറഞ്ഞപ്പം അതിൽ തൊപ്പി എന്ന് പറയുന്ന യൂട്യൂബറുടെ റിപ്ലൈ അടിസ്ഥാനമായിട്ടാണ് നമ്മൾ സംസാരിച്ചത്. പക്ഷെ അതിനുശേഷം ഇതിൽ ഒരുപാട് ഇൻഫർമേഷൻ വന്നിട്ടുണ്ട്, ഒരുപാട് റിപ്ലൈസ് വന്നു, ഡിഫറെൻറ്റ് സൈഡ്സ് വന്നു, ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് തുടങ്ങി. പിന്നെ ഒരുപാട് ഡാറ്റയും നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇതിൽ തൊപ്പിയുടെയും ഷമീറിൻ്റെയും മമ്മുവിൻ്റെയും ഒക്കെ പെർസ്പെക്റ്റീവിൽ നിന്ന് നമുക്കിതിൽ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. സോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെല്ലാവരും കുഴപ്പക്കാരാണ്. ഇതിൽ ഞാൻ ആരെ ന്യായീകരിക്കുന്നില്ല, ആരുടെയും സൈഡും പിടിക്കുന്നില്ല. കാരണം എല്ലാവരും കുഴപ്പക്കാർ തന്നെയാണ്. ഇതിൽ എല്ലാവരുടെ ഭാഗത്ത് തെറ്റുണ്ട്. സോ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് തൊപ്പിയുടെ റിപ്ലൈ വീഡിയോ അടിസ്ഥാനമാക്കിയിട്ടാണ് സംസാരിച്ചത്. എന്നാൽ ഈ വീഡിയോയിൽ ഞാൻ അന്ന് പറഞ്ഞ പോലെ തന്നെ ഇതിൽ ഷമീറിൻ്റെ അല്ലെങ്കിൽ ഷമീറും മമ്മുവും കൂടി ചെയ്ത ആ ലൈവ് വീഡിയോയെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇതിൽ കാര്യങ്ങൾ പറയുന്നത്. സോ അതിൽ നമ്മൾ കണ്ടത് തൊപ്പി എന്ന് പറയുന്ന ആ യൂട്യൂബറിൻ്റെ ഒരു ഈവിൾ ഫേസ് ആയിരുന്നു. ഈവിൾ ഫേസ് എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം ഷമീറും മമ്മുവും ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ജാസിയൊക്കെ ചെയ്ത കാര്യങ്ങൾ അത് ഈക്വലി ബാഡാണത്, ഈക്വലി ഈവിളാണത്. എന്നാൽ അതിൻ്റെ ഒപ്പം തന്നെ പിടിക്കുന്ന ഒരു ഈവിളായിട്ടുള്ള കാര്യമാണ് തൊപ്പിയും കൂടി ചെയ്തത്. ഒരിക്കലും നമ്മൾ ഓർത്തില്ല തൊപ്പി ഇത് കൗണ്ടർ ചെയ്യുമെന്ന് ഓർത്തില്ലായിരുന്നു ഫസ്റ്റ് സമയത്തെ. തൊപ്പി അതായത് ഷമീറിൻ്റെ അലിഗേഷൻസിനെ കൗണ്ടർ ചെയ്യുന്ന ഓർത്തില്ല, പക്ഷെ അവൻ കൗണ്ടർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഷമീർ അതിനെ ഒരു 360 ഡിഗ്രിയിൽ അതിനെ കൗണ്ടർ ചെയ്യുമെന്ന് നമ്മൾ ആരും ഓർത്തില്ല. പക്ഷേ ഷമീറും അതിനെ കൗണ്ടർ ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ടർ ചെയ്ത് ഒരു ബാറ്റിലായിട്ട് പോകും. ഇതിനിടയ്ക്ക് ഇവർ റിവീൽ ചെയ്യുന്ന കാര്യങ്ങളോ അത്രയും ഡാർക്കായിട്ടുള്ള കാര്യങ്ങളാണ്. ഡ്രഗ്സ്, അതുപോലെ തന്നെ സെക്ഷൽ അബ്യൂസ്, പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സമൂഹത്തിൽ ഒരിക്കലും പറയാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ സമൂഹത്തിൽ ഒരു എക്സാമ്പിൾ സെറ്റ് ചെയ്യാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഇവരിൽ പറഞ്ഞു പോകുന്നുണ്ട്. സോ എൻഡ് ഓഫ് ദി ഡേ ഒരു കൗണ്ടർ ബാറ്റിലല്ല, ഇതിൽ ആരാദ്യം ജയിലിൽ പോകും എന്നുള്ളൊരു ബാറ്റിലാണിത്. കാരണം ഇവർ പറയുന്ന കാര്യങ്ങൾ ഷുവറായിട്ടും ജയിലിൽ പോകാൻ പറ്റിയ കാര്യങ്ങളാണെന്നല്ല. സോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരാദ്യം ജയിലിൽ കയറുന്നുള്ളൊരു അടിയാണ് ഇവിടെ നമ്മൾ നടക്കുന്നത്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷമീറിൻ്റെ വീഡിയോയിൽ ഷമീർ പറയുന്ന കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഷമീറും മമ്മുവും ജാസിയും കൂടി പറയുന്ന കാര്യങ്ങളുണ്ട്. അതായത് തൊപ്പി നന്മമരം കളിച്ച് പറഞ്ഞ പല കാര്യങ്ങളും ഫേക്ക് ആയിരുന്നു. തൊപ്പി ഡ്രഗ് യൂസ് ചെയ്യുന്ന ഒരാളാണെന്നാണ് ഷമീറും മമ്മുവും കൂടി പറഞ്ഞത്. അതുപോലെ തന്നെ ഷമീറും മമ്മുവും കൂടി ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആക്ടിവിറ്റിയിൽ ഏർപ്പെട്ടു എന്നാണ് തൊപ്പി പറഞ്ഞത്. അതിന് പ്രൂഫും കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഷമീറും മമ്മുവും കൂടി വന്ന ലൈവിൽ മമ്മു പറയുന്നത് തൊപ്പി എന്ന് പറയുന്ന ആ ഒരു യൂട്യൂബർ ഈ മമ്മു എന്ന് പറയുന്ന ഒരു അനിയഞ്ചക്കൻ്റെ പ്രായമുള്ള പയ്യനെ കൊണ്ട് ചെയ്യിക്കാൻ നോക്കിയത് കാര്യം അതിനേക്കാൾ ഈവിളായിട്ടുള്ള കാര്യമാണ്. വൈൽ ഹി വാസ് വിത്ത് ദ ഗേൾ. ഓക്കെ, അത് മമ്മു പറയുന്ന കാര്യം ഇങ്ങനെയാണ്: വെൻ തൊപ്പി വാസ് വിത്ത് ദ ഗേൾ ഹീ ടോൾഡ് മമ്മു ടു ഡു സം സ്റ്റഫ്, ഓക്കെ, ഇൻ ഫ്രണ്ട് ഓഫ് ദ ഗേൾ. അതെത്ര ഈവിളാണത്. അവിടെ ഷമീറും മമ്മുവും കൂടി കാണിച്ച കാര്യം, അവർ ഓപ്പണായിട്ട് വന്നിട്ട് അവർ ഏതെങ്കിലും ഒരു കാറ്റഗറിപ്പെട്ട ആൾക്കാരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൊണ്ട് ആ പരിപാടി അങ്ങ് തീരും. പിന്നെ അതിനെ കൗണ്ടർ ചെയ്യാൻ ലീഗലായിട്ട് പറ്റത്തില്ല. പക്ഷേ അവിടെ സംഭവിച്ച കാര്യമോ, മമ്മുവിനെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തിയിട്ട് തൊപ്പി അവിടെ ചെയ്യാൻ പറഞ്ഞ അത് ഉള്ളതാണെങ്കിൽ അത് വളരെ ഈവിളായിട്ടുള്ള കാര്യമാണ്. പിന്നെ മറ്റൊരു ഫേമസ് ആയിട്ടുള്ള വ്യക്തിയുടെ ഫാമിലിയിലേക്ക് ഇത് പോകുന്നുണ്ട്. ഞാൻ അയാളുടെ പേരൊന്നും പറയുന്നില്ല, കാരണം നമ്മൾ ഒരിക്കലും മറ്റുള്ളവരേക്ക് ഡ്രാഗ് ചെയ്യാൻ പാടില്ല. സോ മറ്റൊരു ഫേമസ് ആയിട്ടുള്ള കണ്ടന്റ് ക്രിയേറ്ററിൻ്റെ ഫാമിലിയെയും തൊപ്പി മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ അതും ഈക്വലി ഈവിളായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഇവരെ വളരെ തുച്ഛമായിട്ടുള്ള ശമ്പളം കൊടുത്ത് ഇവരെ കൊണ്ട് പണിയിക്കുകയും അതിൻ്റെ ഇടയ്ക്ക് ഷമീർ പറയുന്നത് ഷമീറല്ല ഡ്രഗ്സ് കൊടുത്തത് തൊപ്പിയാണ് കൊടുത്തതെന്നാണ് പറയുന്നത്. സോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എത്ര ഈവിളാണത്. ആദിലും മമ്മുവും പോലുള്ള എട്ടും പൊട്ടും തിരിയാത്ത കുറേ പൊട്ടമ്പിള്ളേരുള്ള സമയത്ത് അവർക്ക് ഡ്രഗ്സ് കൊടുക്കുക, അല്ലെങ്കിൽ അവരെ ഈ ഒരു രീതിയിൽ അബ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത്, അതും ഒരു ഗാർഡിയനായിട്ട് നിൽക്കുന്ന വ്യക്തിയാണ്. ഇത്രയും പിള്ളേരെ ആ വീട്ടിൽ കൊണ്ട് നിർത്തുമ്പോഴത്തേക്കും അവരുടെ ഉത്തരവാദിത്വം മുഴുവൻ തൊപ്പിക്കാണ്, ആ വ്യക്തിക്കാണ് ആ ഗാർഡിയൻ എന്ന് പറയുന്നത്. സോ ആ ഗാർഡിയനായിട്ടുള്ള ലെവലിൽ നിൽക്കുന്ന ആളാണ് ഈ പിള്ളേരെ കൊണ്ട് ഇത് ചെയ്യിക്കാൻ ശ്രമിച്ചു എന്നുള്ള പെർസ്പെക്റ്റീവിൽ ഷമീർ ഇത് പറയുമ്പോഴത്തേക്കും എത്ര ഈവിളാണ് അവിടെ നടക്കുന്ന കാര്യങ്ങൾ. ബട്ട് എൻഡ് ഓഫ് ദ ഡേ ഇതിൽ ആരുടെ സൈഡ് നമുക്ക് പിടിക്കാൻ പറ്റത്തില്ല, ആരെ ന്യായീകരിക്കാൻ പറ്റത്തില്ല. ബോത്ത് ഗായ്സ് ഹാവ് ഡൺ സോ മച്ച് ബാഡ് തിങ്സ്. എൻഡ് ഓഫ് ദി ഡേ ഓൾ ഓഫ് ദം ആർ ഗോയിങ് ടു ഗെറ്റ് ബിഹൈൻഡ് ബാർസ്. അത്രേ ഉള്ളൂ. എല്ലാവരും ജയിലിൽ പോകുന്ന കേസാണ്. എല്ലാവരും ജയിലിൽ പോകാൻ വേണ്ടിയുള്ള കാര്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ. സ്ത്രീകളെ പറ്റിയുള്ള പരാമർശം, പ്രായപൂർത്തിയാകാത്ത ആൾക്കാരുടെ പരാമർശം, സെക്ഷൽ അബ്യൂസ്, ഡ്രഗ്സ്. ഓക്കെ, ഇത് ചുമ്മാ ഇത് എന്താണ് അങ്ങോട്ട് ക്രോസ് കൗണ്ടർ ചെയ്യുന്ന പരിപാടിയല്ല. ഇത് അങ്ങോട്ട് കൗണ്ടർ ചെയ്യുന്നൊരു ബാറ്റിലല്ലായിരുന്നത്. റോസ്റ്റിംഗ് ബാറ്റിൽ, കൗണ്ടറിങ് ബാറ്റിൽ പോലൊന്നുമല്ല. ഇത് ആരാദ്യം ജയിലിൽ പോകും എന്നുള്ള ബാറ്റിലാണിത്. ഓക്കെ, കാരണം ഷമീർ പറയുന്ന കാര്യങ്ങൾ നോക്കുമ്പോഴത്തേക്കും തൊപ്പി ഈസ് ഈക്വലി ബാഡ് ആസ് ദേ ആർ. അവർ എന്താണോ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അത് തന്നെയാണ് തൊപ്പി റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പക്ഷേ അവരുടെ രണ്ടുപേരും വെയിറ്റേജിൽ ഇച്ചിരി വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമെങ്കിലും രണ്ടുപേരും വേണ്ട സെയിം കാറ്റഗറി തന്നെയാണ്. കാരണം ഒരിടത്ത് ഒരുത്തനാണെങ്കിൽ ഒരുത്തിനെ പിടിച്ച് കൂടെ കിടത്തി എന്തൊക്കെയോ സാധനം കാണിച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ തൊപ്പിയെ കൊല്ലാൻ നോക്കി എന്നുള്ള പ്ലാൻ തൊപ്പി പറയുന്നുണ്ട്. പിന്നെ കാർ അടിച്ചുകൊണ്ട് പോയി, അങ്ങനെ പിന്നെ കുറേ അലിഗേഷൻ പറഞ്ഞു, ഡ്രഗ് അലിഗേഷൻ എല്ലാം പറയുന്നുണ്ട്. അതേസമയം അവർ തൊപ്പിയെപ്പറ്റി പറയുന്ന അലിഗേഷൻസ് എന്താണ്, പാവത്തുങ്ങളായിട്ടുള്ള പിള്ളേരെ കിട്ടുമോ, പിന്നെ ഒരുപാട് പെൺകുട്ടികളായിട്ടുള്ള മോശമായിട്ടുള്ള പെരുമാറ്റം, പിന്നെ അബോർഷൻസ് കാര്യങ്ങൾ,
അതുപോലെ തന്നെ ഡ്രഗ് യൂസേജ്, പിന്നെ മറ്റൊരു ലേഡിയായിട്ട് ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും മമ്മൂനെ റൂമിലേക്ക് വിളിച്ചു വരുത്തി അവനോട് അവിടെ ഓറൽ സെക്സ് ചെയ്യാൻ പറഞ്ഞു എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ട്രൂ ആണെന്നുണ്ടെങ്കിൽ ഹീസ് ഈക്വലി ബാഡ്. ഇവിടെ ന്യായീകരിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇത് അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ നാട്ടിലെ സാധാരണ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെയാണ്. കാരണം കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാവരും തൊപ്പിയെ പോലെയാണ്, അല്ലെങ്കിൽ തൊപ്പി ഒരു കണ്ടന്റ് ക്രിയേറ്ററാണ്, അവൻ മോശം കാര്യം ചെയ്തു, ഇനി എല്ലാവരും അങ്ങനെയാണെന്നുള്ള രീതിയിലേക്ക് നമ്മുടെ നാട്ടിലെ മുതിർന്നവരായിട്ടുള്ള ആൾക്കാർ അങ്ങനത്തെ ഇമേജ് എടുക്കും, അങ്ങനത്തെ ഒരു ഇമേജ് മൈൻഡിൽ കൊണ്ടുവരും. പിന്നെ വളരെ മാന്യമായിട്ട് സ്ട്രീം ചെയ്യുന്ന ആൾക്കാരും ഗെയിമേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒക്കെ പേരിൻ്റെ മെൻഷൻ വരാൻ പോണത് തൊപ്പി എന്ന് പറയുന്ന ആളും അയാളുടെ MRC എന്ന് പറയുന്നത് MRC ഗോകുവിൻ്റെ OG MRC അല്ലത്. ഇത് തൊപ്പി കെട്ടിപ്പൊക്കി ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ഫേക്ക് MRC എന്ന് വേണം വിളിക്കുക അതിനെ. കാരണം OG ഗോകുവിൻ്റെ MRC അതിനൊരു ലെഗസി ഉണ്ട്. MRC ഗോകു ഉണ്ടാക്കിയ ആ ഒരു MRC എന്ന് പറയുന്ന ആ ഒരു മർസിലസ് എന്ന് പറഞ്ഞ ആ ഒരു ക്ലാനിന് ഒരു ലെഗസി ഉണ്ട്. ഇതല്ല, ഇതൊരു വെകിളികളുടെ ക്ലബ്ബാണ് ഈ MRC. അങ്ങനെ വിളിക്കാൻ പോലും പറ്റില്ല. കാരണം ആക്ച്വൽ ഇപ്പോൾ ഞാനൊക്കെ പണ്ട് തൊട്ട് സ്ട്രീം കാണുന്ന വ്യക്തിയാണ്. മാൽമർ PC, P4 Play, ആഡംബ്രോ, വൈപ്പർ eSports അങ്ങനെ കണ്ടുപോകുന്നൊരു വ്യക്തിയാണ്. ഗോം ഗെയിംസ്, പിന്നെ MRC ഗോകു. അപ്പോൾ അന്നത്തെ കാലത്തുള്ള വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ളൊരു ക്ലാനാണ് MRC എന്ന് പറയുന്നത്. അതായത് ഇന്ന് നമ്മൾ കാണുന്ന മിക്ക സ്ട്രീമേഴ്സും വരുന്നതിന് മുമ്പേ അന്ന് പണി തുടങ്ങിയവരാണ് ഇവർ. സോ അത്രയും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ലെഗസി ഉള്ള ഒരു ക്ലാനിൻ്റെ പേര് വെച്ചിട്ട് ഇവൻ ഈ തോന്നിവാസം കാണിച്ച് ഇപ്പോൾ അവരുടെ വിലയും കൂടി പോവല്ലേ. കാരണം അത്രയും ലെഗസി ഉള്ള ക്ലബ്ബാണത്. അവരുടെ വിലയും കൂടി ഇവൻ കളയുവാണ്, അല്ലെങ്കിൽ ഈ കൂട്ടം ആൾക്കാർ കളയുവാണ്. അങ്ങനെ മാന്യമായിട്ട് പോയി ഒരു ടീമിൻ്റെ പേര് നശിപ്പിച്ച് സമൂഹത്തിലുള്ള കുട്ടികൾക്ക് ഒരു മോശം എക്സാമ്പിൾ സെറ്റ് ചെയ്ത് കൊടുത്ത്. കാരണം ഒരു സമയം വരെ തൊപ്പി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തലയുടെ മേളിലായിരുന്നു, ഇപ്പം വലിയ സംഭവം എന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഈ എല്ലാവരെയും കൊണ്ട് ഉദ്ഘാടനങ്ങളെ, ലൈവായിട്ടുള്ള റാപ്പ് ഓക്കെ, തൊപ്പി റാപ്പിലേക്ക് വന്ന കേസ് വേറൊരു വല്ലാത്തൊരവസ്ഥയാണ്. കാരണം ഞാനൊരു പ്രോപ്പർ റാപ്പറാണ്. ഐ റെപ്രസെൻറ്റ് അണ്ടർഗ്രൗണ്ട് റാപ്പ് സീൻ. ഓക്കെ, ഐ പ്ലേ എ പാർട്ട് ഇൻ ദാറ്റ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും അത് വേറൊരു വിഷയം, അത് പിന്നെ നമുക്ക് പറയാം. ഓക്കെ, അത് ഈ പൈസ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് എന്തിലേക്ക് ചാടിക്കാറെന്നുള്ളൊരു പിന്നെ പറയാം അത്. സോ അങ്ങനെ എന്താണ് ഒരു കൂട്ടം കുട്ടികൾക്ക് റെപ്രസെൻറ്റ്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി റെപ്രസെൻറ്റ് ചെയ്ത്, അല്ലെങ്കിൽ അവർ എൻ്റർടൈൻ ചെയ്തുകൊണ്ടിരുന്നൊരു വ്യക്തി പിന്നെ നോക്കുമ്പോഴത്തേക്കും പെണ്ണ്, കള്ള്, ഡ്രഗ്സ് അതിലൊക്കെ പെട്ട്. സോ എൻഡ് ഓഫ് ദി ഡേ ഞാൻ പറഞ്ഞല്ലോ, മാന്യമായിട്ട് ജീവിക്കുന്ന സ്ട്രീമേഴ്സിന് ചീത്തപ്പേര് വന്ന്, MRC എന്ന് പറഞ്ഞ ഒരു പ്രസീസ് ആയിട്ടുള്ള ക്ലാനിന് ചീത്തപ്പേര് വന്ന്. എല്ലാത്തിനും കാരണം കുറേ വെളികൾക്ക് കാമം അടക്കി പിടിക്കാൻ പറ്റിയില്ല, കഴപ്പടക്കി പിടിക്കാൻ പറ്റിയില്ല. പിന്നെ അവന്മാർക്ക് ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നന്ദിയും സ്നേഹമൊന്നും ഇല്ല പോയി. നന്ദി എന്ന് പറയുന്ന വാക്കാണ്, നന്ദിയില്ല പോയി, പരസ്പരം നന്ദിയില്ല പോയി എല്ലാത്തിനും. പിന്നെ ഇനി വരാൻ പോകുന്ന ലോകത്തിൽ ഇനി സ്ട്രീം ചെയ്യാൻ ആരംഭിക്കാൻ പോകുന്നവരെ, ഗെയിം കളിക്കാൻ ആരംഭിക്കാൻ പോകുന്നവരെ, എന്നെപ്പോലെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നവരെ എല്ലാവർക്കും ചീത്തപ്പേരായില്ലേ. കണ്ടന്റ് ക്രിയേറ്റർ, സ്ട്രീമർ, ഗെയിമർ തൊപ്പി അറസ്റ്റിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു വാർത്ത വന്നാൽ, അല്ലെങ്കിൽ ഷമീർ അറസ്റ്റിൽ നിന്നൊരു വാർത്ത വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ലേബൽ ചെയ്യാൻ പോകുന്നത് അങ്ങനെയാണോ? അപ്പോൾ ഒരാൾ വീട്ടിൽ നിന്ന് ഗെയിം കളിക്കുമോ അല്ലെങ്കിൽ സ്ട്രീം ചെയ്യുവാണോ, അവനും പരിപാടി ഇതൊക്കെ തന്നെയാണ്. അവനും നാളെ ഈ കേസിലൊക്കെ അകത്താവുന്നൊരു ഇമേജ് അങ്ങ് സെറ്റ് ചെയ്യും കാരണവന്മാർ നമ്മുടെ നാട്ടിലുള്ള. സോ ഇവർ കാരണം ഇത്രയും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മുടെ നാട്ടിൽ കൊച്ചു പിള്ളേരൊക്കെ ഇവന് വീഡിയോ കാണുന്നുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിരുന്നു അതിന് ആരെ ബ്ലെയിം ചെയ്യണമെന്നും ആരെ ബ്ലെയിം ചെയ്തിരിക്കണമെന്നും നമ്മുടെ നാടിൻ്റെ ഒരു പോക്കൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ എത്ര കൊച്ചു കുട്ടികൾ എക്സ്പോസ്ഡ് ആയടാ, എത്ര കൊച്ചു കുട്ടികൾ ഷമീറിൻ്റെ കുണ്ടം വീഡിയോയിൽ എക്സ്പോസ്ഡായി, ഡ്രഗ്സ് കാര്യങ്ങൾ എക്സ്പോസ്ഡായി. പിന്നെ മമ്മൂനെ കൊണ്ട് തൊപ്പി ചെയ്യിക്കാൻ നോക്കിയെന്ന് പറയുന്ന ഒരു കാര്യം, അതിൽ എക്സ്പോസ്ഡായി പിള്ളേർ. അത്രയും റോങ് എക്സ്പോഷർ കഴിഞ്ഞ 2 ദിവസമായിട്ട് പിള്ളേർ കിട്ടുന്ന അത്ര റോങ് എക്സ്പോഷറാണ്. അപ്പോൾ ഇത്രയും റോങ് ആയിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാരാണ് ഇവർ. അപ്പോൾ ഇനി സംഭവിക്കാൻ പോകുന്ന മറ്റൊന്നുമല്ല, ഇത് ലീഗലായിട്ട് മൂവ് ചെയ്യും, എല്ലാവരും അകത്താകും. ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ അകത്താകുകയും ചെയ്യും. ചീത്തപ്പേര് ഉണ്ടാവുന്നവർക്കുള്ള ചീത്തപ്പേര് വന്നു. ഇൻഡസ്ട്രിയിൽ ഒരു ബ്ലാക്ക് മാർക്ക് ആയത്. ഓക്കെ, ഗെയിമിംഗ് ഇൻഡസ്ട്രി, സ്ട്രീമിംഗ് ഇൻഡസ്ട്രി, യൂട്യൂബ് ഹിസ്റ്ററിയിൽ തന്നെ ബ്ലാക്ക് മാർക്ക് ആയത് തൊപ്പിയും പിള്ളേരും കാരണം ബ്ലാക്ക് മാർക്ക് വീണു. ഇനി നടക്കാനുള്ളത് നമുക്ക് കണ്ടറിയേണ്ടി വരും. ഇതെവിടം വരെ എത്തും, ഇതിൽ ആരൊക്കെ ജയിലിൽ പോകും, ഇതിൽ എത്ര പേരും കൂടി വരാനുണ്ട്, ഇതിൽ പുതിയതായിട്ട് ഇൻക്ലൂഡ് ആവേണ്ട നെയിംസ് ആരൊക്കെയുണ്ട്, വിക്ടിംസ് ആയ ആൾക്കാർക്ക് ജസ്റ്റിസ് കിട്ടുമോ ഇല്ലയോ, പ്രോപ്പർ ജസ്റ്റിസ് കിട്ടുമോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം.